ഹായ് ഹലോ, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ? തേങ്ങയൊന്നും ചേർക്കാതെ ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാർ നാടൻ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇഡലിന്റെ കൂടെയും അതേപോലെ ദോശ, ചോറ് എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാർ. അതിനായി ഞാനിവിടെ സാമ്പാർ പരിപ്പ് അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു വലിയ മുള്ളങ്കി, ഒരു തക്കാളി, ഒരു 100 ഗ്രാം വെണ്ടയ്ക്ക, 2 വഴുതനങ്ങ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പരിപ്പ് നല്ല രീതിയിൽ കഴുകി എടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ കഴുകി 2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് 2 വിസിൽ അടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോ മുള്ളങ്കി, വെണ്ടയ്ക്ക, അതേപോലെ വഴുതിനങ്ങ, തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുള്ളങ്കിയും അതേപോലെ വെണ്ടയ്ക്കും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോഴാണ് അതിനൊരു നല്ലൊരു മണം കിട്ടുന്നത്. ഇപ്പൊ നമുക്കിതൊന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക വഴറ്റിയെടുത്തതിന് ശേഷം മുള്ളങ്കി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആണ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് സാമ്പാർ എങ്ങനെയാണ് ട്രൈ ചെയ്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. തേങ്ങ ഉപയോഗിച്ച് വറുത്തരച്ച് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊന്ന് പോയി നോക്കിയാലും മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വെണ്ടയ്ക്കും അതേപോലെ തന്നെ മുള്ളങ്കിയും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുള്ളങ്കിയൊക്കെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനായി സഹായിക്കുന്ന ഒരു ഏറ്റവും നല്ല ഒരു പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മുള്ളങ്കി കഴിക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ, 2 പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പോളം വെള്ളം ചേർത്ത് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒന്ന് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ലോ ഫ്ലെയിം ആക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏത് കഷ്ണങ്ങൾ ഉപയോഗിച്ചും നമുക്കിത് സാമ്പാർ തയ്യാറാക്കാം. ഇതേപോലെ കുമ്പളങ്ങ, അതേപോലെ മത്തൻ, മുരിങ്ങക്കായ, ഏത് കഷ്ണം വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കഷ്ണങ്ങളെല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ, അതായത് പുളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ തന്നെ തിളച്ചു വന്ന് പച്ചമണം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സാമ്പാർ ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല വെള്ളം പോലെ ഉണ്ടാവുമെങ്കിലും ഇത് നല്ല രീതിയിൽ തിളച്ച് ഒന്ന് ആറി തുടങ്ങിയാൽ നല്ല രീതിയിൽ തന്നെ കൊഴുപ്പ് കിട്ടും, നല്ല കട്ടി ഉണ്ടാവും. ഇനി ഇപ്പൊ നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അല്പം കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായമാണ് സാമ്പാറിന്റെ ഏറ്റവും രുചികരമായ ഒരു ഐറ്റം. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. പാൻ നല്ല ചൂടായതിനു ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഈ കൊച്ചുള്ളി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. സാമ്പാറിലേക്ക് ഇതേപോലെ താളിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു അടിപൊളിയായി രുചിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 1 സ്പൂണോളം നമുക്ക് സാമ്പാർ പൊടിയും അതേപോലെ തന്നെ
1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് നല്ല മണം കിട്ടാൻ വേണ്ടി മല്ലിച്ചപ്പ് ഏറ്റവും നല്ലതാണ്. ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് 5 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇളക്കി കൊടുക്കുന്നത് ഈ സാമ്പാർ പൊടിയും അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല കൊഴുപ്പായിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് കിട്ടുന്നതാണ്. ഇഡ്ഡലി, ദോശ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.